ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +1 ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ പാഠമായ ഐ വിൽ ഫ്ലൈ എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം നടത്തിയ ആ പ്രസംഗത്തിൻ്റെ ആ ഒരു പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം, ഓരോന്നിൻ്റെയും ആൻസേഴ്സും നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വൈ ഡസ് ഡോക്ടർ കലാം സേ ദാറ്റ് നോ യൂത്ത് നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ? അപ്പോൾ ഈ ഒരു പ്രസംഗത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നു, അതായത് ഒരു ചെറുപ്പക്കാരും ഭാവിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഭാവിയെ ഭയക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? Dr. Kalam says that no youth needs to fear about the future because the ignited mind of the youth is the most powerful resource on the earth. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജ്വലിക്കുന്ന മനസ്സ് ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത്. അപ്പോൾ ജ്വലിക്കുന്ന മനസ്സുള്ള ഒരു ചെറുപ്പക്കാരന് അവന് രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അവനൊരു നല്ല നിലയിൽ എത്താൻ കഴിയും. അപ്പോൾ ഒരു ജ്വലിക്കുന്ന മനസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് APJ അബ്ദുൽ കലാം ഇവിടെ പറയുന്നത്. അണ്ടർ ദ എർത്ത്, എബവ് ദ എർത്ത്, ഓൺ ദ എർത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ജ്വലിക്കുന്ന മനസ്സാണ് ഏറ്റവും പവർഫുൾ എവിടെ ചെന്നാലും. He believes in the potential and the capability of young people to shape a better future. അതുപോലെ അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അവരുടെ കഴിവുകളാണ് ഭാവിയിൽ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് വാസ് ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ? അപ്പോൾ ഇതിനിടയിൽ ശാസ്ത്രയാൻ എന്ന ഒരു പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ശാസ്ത്രയാൻ്റെ ഉദ്ദേശം? ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്? ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ വാസ് ടു പ്രിപ്പയർ അബൌട്ട് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ് ടു ബിക്കം എലിജിബിൾ. അപ്പോൾ ഇതിൻ്റെ ഈ ശാസ്ത്രയാൻ എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 2000-ഓളം കുട്ടികളെ അവരെ പഠിപ്പിച്ച് അവരെ എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ഒരു പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല ഭാഗത്തെ സ്കൂളുകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 2000 കുട്ടികളെ അവരെ പഠിപ്പിച്ച് ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഒക്കെ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ശാസ്ത്രയൻ എന്നുള്ള ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ക്വാളിഫൈഡ് മാനേജേഴ്സ്, സിവിൽ സർവൻസ്, ദിസ് ഇനീഷ്യേറ്റീവ് എയിം ടു എംപവർ ദീസ് സ്റ്റുഡൻസ്. അപ്പോൾ ഈ സ്റ്റുഡൻസിനെയൊക്കെ നന്നായിട്ട് ശാക്തീകരിച്ചുകൊണ്ട് അവരെ രാജ്യത്തിന് ഉതകുന്ന ആളുകളാക്കി മാറ്റുക. ദിസ് ഇനീഷ്യേറ്റീവ് എയിം ടു എംപവർ ദി സ്റ്റുഡൻസ് ആൻഡ് ഇൻ ടേൺ ദർ ഫാമിലീസ്. അപ്പോൾ ഇവർ ഒരു നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബവും നല്ല നിലയിലെത്തും. ഓരോരോ കുടുംബങ്ങൾ ഇങ്ങനെ രക്ഷപ്പെട്ട് വരുമ്പോൾ ആ ഒരു ഗ്രാമം മുഴുവനായിട്ട് രക്ഷപ്പെടുന്നു. അപ്പോൾ ഇതാണ് ശാസ്ത്രയാൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഡോക്ടർ കലാം ടോക്സ് ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. അപ്പോൾ ഇവിടെ ഡോക്ടർ കലാം പറയുന്നുണ്ട്, ശാസ്ത്രം ഒരു രാജ്യത്തെ ശാക്തീകരിക്കുന്നു. എങ്ങനെയാണ് ശാസ്ത്രം രാജ്യത്തെ ശാക്തീകരിക്കുന്നത്? സയൻസ് എംപവേഴ്സ് ദ നേഷൻ ബൈ പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് ടു ബിക്കം സ്കിൽഡ് പ്രൊഫഷണൽസ്. അപ്പോൾ സയൻസ് പഠിക്കുന്നതിലൂടെ കുട്ടികൾ എന്തായി മാറുന്നു? നല്ല പ്രൊഫഷണൽസ് ആയി മാറുന്നു. അപ്പോൾ കൂടുതൽ എൻജിനീയേഴ്സും ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് അവർക്ക് രാജ്യത്തിൻ്റെ പല ഇങ്ങനെയുള്ള മേഖലകളിൽ, അവരുടേതായ മേഖലകളിൽ വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ നേട്ടം ഉണ്ടാകുമ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്നു, അതുപോലെ രാജ്യത്തിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതി കൂടുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, ഒരു കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു യോഗത്തിൽ വെച്ച് ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് ചോദ്യം ചോദിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവനൊരു ചോദ്യം ചോദിച്ചു. അവൻ ചോദിച്ച ചോദ്യം, അവനൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമോ, അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഈ കുട്ടിക്ക് എന്തുകൊണ്ടാണ് അവന് ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടാതിരുന്നത്? Why couldn't the boy gather confidence? The boy couldn't gather confidence because he had never asked a question in his class. കാരണം അവൻ ഇതുവരെ അവൻ്റെ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല.
ആൻഡ് ഹാഡ് നോട്ട് ഗെയിൻ കോൺഫിഡൻസ് ത്രൂ ഹിസ് എഡ്യൂക്കേഷൻ. അവന് വിദ്യാഭ്യാസത്തിലൂടെ ആവശ്യമായ ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് അവന് ലഭിച്ചിട്ടില്ല. ഹി വാസ് അഫ്രൈഡ് ടു ടോക്ക് ടു ഹിസ് ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പേടിയാണ്. ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ അവനൊരു അപകർഷതാ ബോധമാണ് ഉണ്ടായിരുന്നത്. ഹി ഓഫൻ കമ്പയർഡ് ഹിംസെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ് ഹു വെയർ ബെറ്റർ ഡ്രസ്. അപ്പോൾ തന്നെക്കാളും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികൾ അവരെ കാണുമ്പോൾ അവന് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവന് വിദ്യാഭ്യാസത്തിൽ നിന്ന് ലഭിക്കേണ്ട ആ ഒരു കോൺഫിഡൻസ് അവന് ലഭിച്ചിട്ടില്ല. അപ്പോൾ അവൻ താൻ മറ്റുള്ളവരെക്കാളൊക്കെ താന്ന ആളാണെന്നുള്ള ഒരു ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഹു വെയർ ബെറ്റർ ഡ്രസ്ഡ് വിച്ച് മെയ്ഡ് ഹിം ഫീൽ ഇൻഫീരിയർ. അപ്പോൾ അവന് തോന്നുകയാണ് താൻ ഇവരെക്കാളൊക്കെ താഴ്ന്ന ആളുകളാണ്, അല്ലെ ഇവരുടെ അത്രയും കഴിവില്ലാത്ത ആളാണ് എന്നുള്ളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവന് ഉള്ളത് കൊണ്ടാണ് അവന് ഒരു ആത്മവിശ്വാസം ഇല്ലാതിരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് യു ആർ ദർ വുഡ് യു ഡെയർ ടു ആസ്ക് ഡോക്ടർ കലാം എ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിക്കുമായിരുന്നോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇഫ് ഐ വേർ ദർ I would try to gather the courage to ask Dr. Kalam a question because it would be a unique opportunity to learn from a great leader and visionary. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഞാനത് ഉപയോഗിക്കും. കാരണം ഡോക്ടർ കലാമിനെ പോലെയുള്ള ഒരു മഹത്തായ ഒരു വ്യക്തി, അദ്ദേഹത്തോടൊരു സംശയം ചോദിക്കാൻ ഒരു ഭാഗ്യം ചോദിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമാണ്. ഒരു മഹാനായ ഒരു വ്യക്തിയോട് ചോദ്യം ചോദിക്കാൻ കിട്ടുന്ന അവസരം വെറുതെ കളയാൻ പാടില്ല. ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ഗെയിനിങ് കോൺഫിഡൻസ്. അപ്പോൾ ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ്, അത് നമ്മുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. വാട്ട് വാസ് ദ ബോയ്സ് കൺസേൺ. അപ്പോൾ ഇവിടെ കുട്ടിയുടെ ചോദ്യം എന്തായിരുന്നു, എന്തിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത്? ദ ബോയ്സ് കൺസേൺ വാസ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ. അപ്പോൾ അവൻ്റെ ആകുലത, അവൻ്റെ വിഷമം എന്ന് പറയുന്നത് അവൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാണ്. ആൻഡ് വെദർ ഹി കുഡ് അച്ചീവ് ഹിസ് ഡ്രീം ഓഫ് ബിക്കമിങ് എ മെറൈൻ എഞ്ചിനീയർ. അപ്പോൾ ഒരു മെറൈൻ എഞ്ചിനീയർ ആവണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. ഒരു കപ്പലിൽ യാത്ര ചെയ്യണമെന്നും ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റൻ ആകണമെന്നും പിന്നെ ഒരു കപ്പൽ നിർമ്മിക്കണം എന്നൊക്കെയാണ് അവൻ്റെ ആഗ്രഹങ്ങൾ. ഹി വാണ്ട്സ് ടു ബിക്കം എ മെറീൻ എഞ്ചിനീയർ, ട്രാവലിംഗ് ഇൻ എ ഷിപ്പ്, ബിക്കമിങ് ദ ക്യാപ്റ്റൻ ആൻഡ് ബിൽഡിംഗ് ദ ഷിപ്സ് എഞ്ചിൻ. He wanted to know how he could achieve this mission. ഇത് എങ്ങനെയാണ് ഇത് സാധിക്കുക? ഇതാണ് എൻ്റെ സ്വപ്നം, ഇതെങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ഇതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് അവൻ ചോദിച്ചത്. വാട്ട് സ്റ്റെപ്സ് ഹി ഷുഡ് ടേക്ക്. വൈ ഡിഡ് ദ ഓഡിയൻസ് ലുക്ക് അറ്റ് ഡോക്ടർ കലാം വെൻ ദ ബോയ് കംപ്ലീറ്റഡ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഈ ഒരു മീറ്റിങ്ങിൽ ധാരാളം മറ്റ് വിശിഷ്ട വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ നേരെ ഡോക്ടർ കലാമിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. എന്ത് മറുപടി ആയിരിക്കും അദ്ദേഹം ഈ കുട്ടിയുടെ ഈ ചോദ്യത്തിന് കൊടുക്കുക എന്നുള്ളത് അറിയാനുള്ള താല്പര്യം കൊണ്ട് അവർ തന്നെ നോക്കിയതാണ്. The audience looked at Dr. Kalam when the boy completed the question because they were eager to hear his response. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ നോക്കിയത്. They were curious to know how Dr. Kalam would address such a sincere and challenging question from a young village boy. അപ്പോൾ ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചോദ്യമാണ്, സത്യസന്ധമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു ഗ്രാമത്തിലെ ഒരു കുട്ടി ചോദിച്ച ഈ ഒരു ചോദ്യത്തിന് അദ്ദേഹം എന്ത് മറുപടി കൊടുക്കുമെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ആളുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കലാമിനെ നോക്കുകയാണ്. ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് വൈ ഡിഡ് ഡോക്ടർ കലാം വാല്യൂ ദ ബോയ്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് നല്ലൊരു ചോദ്യമാണ്, ദിസ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതിന് നല്ലൊരു വില അദ്ദേഹം കൽപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡോക്ടർ കലാം അതിനൊരു വില കൽപ്പിച്ചത്? ഡോക്ടർ കലാം വാല്യൂഡ് ദ ബോയ്സ് ക്വസ്റ്റ്യൻ ബിക്കോസ് ഇറ്റ് എക്കോഡ് ദ ഫിയേഴ്സ് ആൻഡ് കൺസേൺസ് ഓഫ് മെനി യങ് പീപ്പിൾ. അപ്പോൾ ഈ ഒരു കുട്ടി ഈ ഒരു ചോദ്യം ചോദിച്ചെങ്കിലും ഈ ചോദ്യം ഒരുപാട് കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. ഒരുപാട് കുട്ടികൾ ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ചോദ്യമാണ്. ദ ക്വസ്റ്റ്യൻ വാസ് സിൻസിയർ ആൻഡ് റിഫ്ലക്റ്റഡ് ദ ബോയ്സ് ഡിസൈർ ടു ഓവർകം ഹിസ് ലിമിറ്റേഷൻസ് ആൻഡ് അച്ചീവ് ഹിസ് ഡ്രീം. അപ്പോൾ ഇവിടെ ഈ കുട്ടി തൻ്റെ സ്വപ്നം സാക്ഷാത്കാരത്തിൻ്റെ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെ തൻ്റെ ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറ്റാം, അല്ലെങ്കിൽ പേടി മാറ്റിക്കൊണ്ട് തൻ്റെ സ്വപ്നത്തിന് വേണ്ടി എങ്ങനെയാണ് ഞാനത് നേടിയെടുക്കുക എന്നുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് നല്ലൊരു വില ഡോക്ടർ കലാം കൽപ്പിക്കുകയാണ്. ഡോക്ടർ കലാം അപ്രീഷിയേറ്റഡ് ദ ബോയ്സ് ഓണസ്റ്റി ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹിസ് ക്വറി. അപ്പോൾ ക്വറി എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ആത്മാർത്ഥതയെ അദ്ദേഹം അഭിനന്ദിച്ചു. ഹൗ ക്യാൻ യു ബി യുണീക്ക്. യുണീക്ക് എന്ന് വെച്ചാൽ അതുല്യമായത്, അതായത് വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത വ്യത്യസ്തമായത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വ്യത്യസ്തനായ ഒരു വ്യക്തിയായി മാറാൻ കഴിയുന്നത്? ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്താണ് ചെയ്യാൻ കഴിയുക?
യു ക്യാൻ ബി യുണീക്ക് ബൈ റെക്കഗ്നൈസിങ് ആൻഡ് നർച്ചറിങ് യുവർ ഓൺ പൊട്ടൻഷ്യൽ. അപ്പം നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തി അതിനെ പാകപ്പെടുത്തി എടുക്കുക. ഗുഡ്നെസ്, ട്രസ്റ്റ്, ഐഡിയാസ്, ഡ്രീംസ്, ഗ്രേറ്റ്നെസ് ആൻഡ് കോൺഫിഡൻസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഡെസ്പൈറ്റ് സൊസൈറ്റൽ പ്രഷർ ടു കൺഫേം. അപ്പോൾ സമൂഹം നമ്മളെപ്പോഴും ഉള്ളിലേക്ക് വലിയാനാണ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. യു മസ്റ്റ് ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ ടു മെയിൻറ്റെയിൻ യുവർ ഇൻഡിവിജ്വൽ. അപ്പം നിങ്ങൾ എന്താണ്, നിങ്ങളുടേതായ ഒരു കാര്യം, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ആൻഡ് ട്രൈ ടു ബിക്കം എ യുണീക്ക് വേർഷൻ ഓഫ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾ വേറൊരാളാവാൻ ശ്രമിക്കരുത്, വേറൊരു വ്യക്തിയെ കണ്ടിട്ട് അയാളെ പോലെ ആവാൻ ശ്രമിക്കരുത്. നിങ്ങൾ എന്താണോ ആ നിങ്ങളിലുള്ള കഴിവുകൾ വളർത്തിയെടുത്ത് നിങ്ങൾ നിങ്ങളായി മാറുക. നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അൺടിൽ യു റീച്ച് യുവർ ഡെസ്റ്റിൻഡ് പ്ലേസ് ആസ് എ യുണീക്ക് ഇൻഡിവിജ്വൽ. അപ്പോൾ എന്താണോ നിങ്ങളുടെ സ്വപ്നം അത് നേടിയെടുക്കുന്നത് വരെ നിങ്ങൾ നിങ്ങളായി തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.